അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. സോ 10:30 ഇറങ്ങിയത്. 9 മണിക്ക് ഓണാക്കി വെച്ചു. 10 മണി വരെയായിട്ട് ഒരു ഓർഡറും അടിച്ചില്ല. പിന്നെ എന്തായാലും 10:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു. ഒരു അരമണിക്കൂറും കൂടെ ഇരുന്നു. അപ്പോഴും ഒരു ഓർഡറും അടിച്ചിട്ടില്ല. സോ എന്തായാലും 10:30 കഴിഞ്ഞു, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എത്ര മണിക്ക് ഫസ്റ്റ് ഓർഡർ അടിക്കുമെന്ന് ഐ ഡോണ്ട് നോ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാം. ലാസ്റ്റ് ഒന്ന് സമ്മറി പറയുന്നതല്ലാതെ. ഇന്ന് 18 ഓർഡർ വേണം ടാർഗറ്റ് അടിക്കാനായിട്ട്. 18ഒക്കെ കിട്ടുമോ എന്തോ, സൊമാറ്റോ ചേട്ടന്മാർ തരുമോ ഇല്ലയോ അറിയില്ല. സോ എന്തായാലും നമുക്ക് 3 മണി വരെ ഓടാം. എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ബാക്കി ഈവനിങ് നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 10:30 ആയപ്പോൾ എനിക്ക് അറൗണ്ട് 13 ട്രിപ്പ് എന്നാൽ 15 ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് 15 ഓർഡർ കിട്ടുമെന്ന്. സോ 15 ഓർഡർ കിട്ടി. കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 734 രൂപ പേയ്മെൻറ്റ് കിട്ടി. എനിക്കൊരു നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. നല്ലൊരു സ്പോട്ടെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സ്പോട്ട് രാത്രി ഒന്ന് പീസ് ഔട്ട് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു കുളം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുളമുണ്ട്, ഒരു അമ്പലമുണ്ട്. അതൊരു അമ്പലമാണ്. ഒരു അമ്പലവും കുളമൊക്കെ സെറ്റ് ചെയ്ത് റോഡും നൈസായിട്ട് ടാറിട്ട് പുതുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒരു വളമൊക്കെയാണ് വരുന്നത്, പക്ഷേ എന്തോ നല്ലൊരു ലുക്കുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് മാത്രമേ വീഡിയോ എടുത്തതേ ഉള്ളൂ. ജസ്റ്റ് വന്നൊന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സ്പോട്ടിൽ ഒരു 5-10 മിനിറ്റ്. കാരണം നല്ലൊരു പീസ് കിട്ടുന്നുണ്ട്. കാരണം വേപ്പിൻ്റെ മരവും വേപ്പൊക്കെ ഉള്ളിടത്ത് നമ്മൾ ശ്വസിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കാരണം ഈ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് പൊല്യൂട്ടായിരിക്കുന്ന അന്തരീക്ഷമൊക്കെ നൈസായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യും. പിന്നെ അതൊരു ശിവക്ഷേത്രമാണ്. അപ്പോൾ സോ ആല് അല്ലെങ്കിൽ എരിക്ക് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അത് അമ്പലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കുഞ്ഞമ്പലം എന്നാൽ ഫ്രണ്ടിലൊരു കുളം. അപ്പം മൊത്തം ഒരു പീസ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് ഓർഡറിലോട്ട് പോകാം. സോ എനിക്ക് ഇനിയും വേണം ഓർഡർ. സോ ഇതുവരെ 734 രൂപ ടോട്ടൽ ഏൺ ചെയ്തിട്ടുണ്ട്. 13 ട്രിപ്പ്. സോ ഞാൻ ടാർഗറ്റൊന്നും അടിച്ചില്ല. ഇന്നത്തെ ടാർഗറ്റ് അറിയാമല്ലോ, 18 ഓർഡർ അടിക്കണം. 235. ഇനി 3 ഓർഡറും കൂടെ എടുക്കണം. 10:26. സോ നമുക്ക് എന്തായാലും പോകാം. കാരണം കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സൊമാറ്റോ ചേട്ടന്മാരിട്ട് ലാഗ് അടുപ്പിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഇനി 1.5 മണിക്കൂറുണ്ട്, 3 ഓർഡറും ഉണ്ട്. അപ്പം ടാറ്റ. ഇതാണ് ആ ഒരു അമ്പലം, ഉദയന്നൂർ ശിവക്ഷേത്രം. ഈസായിട്ടുണ്ട് ആ ഒരു മരത്തിൻ്റെ വ്യൂ. ആ ഒരു മരത്തിൽ പൂത്ത് കിടക്കുന്ന കായൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. കാരണം നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്, ഒരു അമ്പലം, അതിൻ്റെ ഫ്രണ്ടിലൊരു വലിയൊരു കുളം. ആ കുളം ഫുള്ള് വ്യൂ ഇത്രയാണ്. സോ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. സമയം രാത്രി 12:30 ആയപ്പോൾ 1083 രൂപ ടോട്ടൽ ഞാൻ അടിച്ചായിരുന്നു. 18 ഓർഡറും. അത് എനിക്കൊരു ലേറ്റ് തോന്നിയുകൊണ്ട് ഞാൻ 12 തൊട്ട് ഒന്നും കൂടെ എടുത്തു വെച്ചു. സോ 12 തൊട്ട് ഒന്നും കൂടെ എടുത്തു വെച്ച് ആ ഒരു ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും അടുത്ത മൾട്ടി അടിക്കുന്നു. രാത്രി 12 മണിക്ക് മൾട്ടി അടിക്കുന്നു. 12 മണിക്കുള്ള മൾട്ടി എന്നൊക്കെ പറഞ്ഞാൽ നൈസാണ്. 2 മൾട്ടിയാണ് നിൽക്കുന്നത്. അൽബേക്കും പിന്നെ കുമാർ കപ്പയും മൾട്ടി ഓർഡേഴ്സാണ് ഓൺ ഗോയിങ് വരുന്നത്. സോ മൾട്ടി രാത്രി അടിക്കുന്നു. ഇവർ വീണ്ടും എന്നെക്കൊണ്ട് അടുത്ത 1 മണിക്കൂറും കൂടെ എടുപ്പിക്കുമെന്ന് തോന്നുന്നു. കാരണം 21 അടിച്ചാൽ 350 ഉണ്ട്. സോ എനിക്കറിയില്ല, ഇവർ പെട്ടെന്ന് തരുവാണെന്നുണ്ടെങ്കിൽ ഈ 2 റെസ്റ്റോറൻറ്റ് പെട്ടെന്ന് തന്ന് ഞാൻ കൊണ്ട് കൊടുത്ത് എനിക്ക് തിരിച്ച് ഒരു ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 21 അടിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ വീണ്ടും എനിക്ക് എടുക്കേണ്ടി വരും. സോ 26 ഒരിക്കലും അടിക്കാൻ പറ്റത്തില്ല. 21 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുകയാണെങ്കിൽ നൈസായിരിക്കും. സോ കുറേ നാളത്തേക്ക് ശേഷം രാത്രി 12 മണിക്ക് ശേഷം ഞാൻ നിൽക്കുവാണ്. ആ മൾട്ടി ഓർഡർ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഓർഡർ ഡിലേ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കൊരു ഡിലേ ഇല്ലായിരുന്നു. ഞാൻ ഓർഡർ കിട്ടിയൊരു 2 മിനിറ്റ് പോലും ആയിട്ടില്ല. ഫസ്റ്റ് ഓർഡർ ഞാൻ പിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ കൊണ്ട് കൊടുക്കാം. എന്തായാലും കുറച്ച് അടുത്താണ്. അപ്പോൾ ഇനി 2 ഓർഡറും കൂടെ കിട്ടേണ്ടി വരും. അത് ചിലപ്പോഴേ കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമയം 1:40. സോ ഒരു ഓർഡറിന് കള്ളപ്പട്ടി സൊമാറ്റോൾ എന്നെ തേപ്പിച്ചു. ഓരോ ഓർഡറിന് ഒരു ഒറ്റ ഓർഡറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 125 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടിയേനെ. എങ്ങനെ പോയാലും ആ ഒരു ഓർഡർ 25 രൂപയുടെ തന്നാലും ഒരു 150 രൂപ എക്സ്ട്രാ കിട്ടിയേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ഓർഡർ. സോ 20 ഓർഡർ എടുത്തു. സോ 20 ഓർഡർ എടുക്കുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ബട്ട് 20 ഓർഡർ തന്നു. അതിന് സൊമാറ്റോയുടെ താങ്ക്സ് ഉണ്ട്. 20 ഓർഡറൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇപ്പോൾ രാത്രി 1:40 ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ കുമാർ കഫേ എന്നൊരു ചെറിയൊരു ചിക്കൻ്റെ ഒരു പെരട്ട് പോലത്തെ ഒരു കറി മേടിച്ചു. കാരണം പുട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം
നൈറ്റ് അതായത് 7 മണിക്ക് കട കിട്ടിയില്ല കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിട്ട് കുടുംബക്ഷേത്രത്തിലോട്ടൊന്ന് പോയി. കുറേ നാളായി കുടുംബക്ഷേത്രത്തിൽ പോയിട്ട്. അപ്പോൾ ഒന്ന് കുടുംബക്ഷേത്രത്തിലൊന്ന് പോകാമെന്ന് വെച്ചു. അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയി ഹെൽമെറ്റ് വെച്ച് ഹെൽമെറ്റ് തലയിലിരിക്കുന്ന ഒരു ശീലമായി. സോ ഇതൊന്ന് ഊരി കളയട്ടെ. അപ്പോൾ അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ചന്ദനം ഇട്ടതാണ് ഈ നെറ്റിയിൽ ചന്ദനം കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുടിയൊക്കെ മൊത്തം കുളമായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലൊരു ബോ വെച്ചിട്ടുണ്ട്. സോ അല്ലാതെ മുടി ഇരിക്കത്തില്ല. സോ ഇതാണ് ആ ഒരു ബോ. അപ്പോൾ ബോയൊക്കെ മാറ്റി ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഈ രാത്രി 1:30 അല്ലെങ്കിൽ 1:40 എങ്ങനെ പുട്ടുണ്ടാക്കുമെന്ന്. സോ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈസ്റ്റേണിൻ്റെ പുതിയ പുട്ട് മിക്സ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. സോ അത് ഞാൻ രാവിലെ ട്രൈ ചെയ്ത് നോക്കി. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി, പുട്ട് റെഡിയാവും. സോ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ വീക്കിലി 2500 രൂപ കഴിഞ്ഞിട്ടുണ്ട്. ആകെ ഇറങ്ങിയ 2 ദിവസം മാത്രമാണ്. 2 ദിവസം കൊണ്ട് 2500 രൂപ പേയ്മെൻറ്റ്. സോ നല്ലൊരു ഓട്ടോ ആയിരുന്നു. 1083, അതായത് 88 കൂടെ ചേർത്തിട്ട് 1100 സംതിങ് ഇന്നലത്തെ പേയ്മെൻറ്റ് തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ 125 കൂടെ കിട്ടിയിരുന്നെങ്കിൽ 1300 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് കിട്ടിയാൽ. എനിവേ 2 ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് 1-2 ഓർഡർ തേച്ചതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തായാലും അതിലോട്ടും കൂടെ ഒന്ന് പോകാം, ട്രിപ്സിലോട്ട് പോകാം. സോ ട്രിപ്പ് എടുക്കുന്നു. സോ ഈ ഒരു ഓർഡർ കണ്ടോ, ഇൻകംപ്ലീറ്റ് മൾട്ടി പിക്കപ്പാണ്. ഈ 12:23 ഞാൻ 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ഓർഡറിന് വേണ്ടി ഈ 12 തൊട്ട് 1 വരെ എടുത്തു. സോ ആ എടുത്തതിലാണ് ഈ 3 ഓർഡർ വന്നത്. 3 ഓർഡറായിട്ട് ഇത് കണക്ക് കൂട്ടിയിരുന്നെങ്കിലും എനിക്കത് കിട്ടിയേനെ. പക്ഷേ ഈ മൾട്ടി പിക്കപ്പിൽ ഒരെണ്ണം അവർ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതായത് ഈ കുമാർ കഫേയുടെ എനിക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി മേ ബി ചിലപ്പോൾ നാളത്തേൽ ആഡ് ആവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 20 ഓർഡറാണ് ഇവിടെ വ്യൂ ഡീറ്റെയിൽസിൽ. കറക്റ്റ് 20 ഓർഡർ. ഓരോ ഓർഡറും കൂടെ ഡു 1 ഓർഡർ ടു അൺലോക്ക് 350. സോ സമയം കഴിഞ്ഞു. പിന്നെ 1 തൊട്ട് 2 വരെ എനിക്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ്. അതും കൂടെ എടുത്തിരുന്നെങ്കിൽ ഞാൻ 2:30-3 മണിക്കേ വീട്ടിൽ വരുള്ളൂ. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. പക്ഷേ ഇന്ന് 18 ഓർഡർ 235 രൂപ അത് കിട്ടി. ഇനി നമുക്ക് നാളെ എത്ര ഉണ്ടെന്ന് നോക്കാം. നാളെയും 18 ആണെങ്കിൽ കടുക്കും. 16 ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നല്ലേ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ മാറ്റി സാറ്റർഡേ 17 ഓർഡർ 21 കിട്ടാൻ പാടായിരിക്കും. ബട്ട് 17 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം എന്തായാലും നമുക്ക് നാളെ. സോ നാളെ നമുക്ക് 17 മതി. സോ ഇന്ന് 18 ആയിരുന്നുകൊണ്ട് നാളെ അവന്മാർ 17 ആക്കി. കള്ളന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്ക് ട്രിപ്സിലോട്ട് പോകാം. ട്രിപ്സിലോട്ട് പോയിട്ട് നമ്മൾ 24 നോക്കുന്നത്. കൺഫേം ട്രിപ്പിൽ 24. സോ 24 നമുക്ക് ഫസ്റ്റ് ഓർഡർ 11 മണി. ഈ 11 മണി എന്നുള്ളത് ഒരു 10:30 ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ഓർഡർ കൂടെ കിട്ടിയേനെ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിന്ന് ഇന്ന് മുതൽ നോക്കാം എങ്ങനെ നോക്കാമെന്ന്. കാരണം ഇത് ഇടയ്ക്ക് എനിക്ക് ലാഗ് അടുപ്പിച്ച് തന്നായിരുന്നു അവർ. ഞാൻ അത്യാവശ്യം ഉച്ചയ്ക്ക്, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ എനിക്ക് മൾട്ടി ഓർഡറിൻ്റെ 2 എണ്ണം കിട്ടി. അതല്ലാതെ എനിക്ക് ഈ ലാഗ് അടിച്ചതാണ് ഈ 10:57. ഇതിന് മുമ്പ് അതായത് 9:59 കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചത് 10:57. സോ എനിക്ക് അറൗണ്ട് ഒരു 1 മണിക്കൂർ അവിടെ വേസ്റ്റായി. അതവിടെ വേസ്റ്റ് ആയില്ലെങ്കിലും എനിക്ക് ഓർഡർ കിട്ടിയേനെ. പിന്നെ ഞാൻ 18 എടുത്തിട്ട് നിർത്തിയേനെ. സോ എനിവേ ഇന്നത്തെ ട്രിപ്പും മനോഹരമായിരുന്നു. അത്യാവശ്യം എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് നോക്കാം. 10:403 സ്റ്റാർട്ട് ചെയ്തത്. 10:639 നമ്മൾ തിരിച്ച് വീടെത്തി. സോ ഉച്ചയ്ക്ക് ഇടയ്ക്ക് വീട്ടിലോട്ടൊക്കെ പോയി. ഉച്ചയ്ക്ക് എനിക്ക് ലാഭമായിരുന്നു. കാരണം വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം, ഒരു 50-55 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയപ്പോൾ തന്നെ അറൗണ്ട് 350 രൂപ കിട്ടി. അറൗണ്ട് 100-120 കിലോമീറ്റർ അത്രയൊക്കെ വരത്തുള്ളൂ. മൊത്തത്തിൽ നമുക്ക് നോക്കാവുന്ന 236 കിലോമീറ്റർ. ഈ 236 കിലോമീറ്ററിൽ എങ്ങനെ പോയാലും ഒരു 150-160 കിലോമീറ്റർ മാത്രമേ സൊമാറ്റോ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ വന്നു തിരിച്ചു പോയി. വൈകുന്നേരം എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ അതിനുശേഷം ഞാൻ നൈറ്റ് ഇത് CNG അടിക്കാനായിട്ട് ഒരു 20 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിറ്റിയിൽ നിന്ന് തിരിച്ച് ഏകദേശം ഈഞ്ചക്കൽ വരെ പോയി. കാരണം വേറെ ഒരിടത്തും രാത്രി CNG ഇല്ലായിരുന്നു. ഇനി നമുക്ക് നാളെ ഓടണമെന്നുണ്ടെങ്കിൽ CNG ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ 236 കിലോമീറ്റർ ഓടി. എനിക്ക് ഇന്നെങ്ങനെ പോയാലും 236 കിലോമീറ്ററിന് അറൗണ്ട് ഒരു 180-200 രൂപയ്ക്ക് അകത്ത്, അത്രയൊന്നും ആവില്ല. അതിനകത്ത് മാത്രമേ നമുക്ക് CNG ആയിട്ടുള്ളൂ. നമ്മൾ പുട്ടുപൊടിയായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് ഈസ്റ്റേണിൻ്റെ. ഇതിപ്പോൾ നിങ്ങളുടെ അവിടുത്തെ അടുത്തുള്ള കടയിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ലുലുവിൽ അവൈലബിൾ ആയിരുന്നു, ട്രിവാൻഡ്രം ലുലുവിൽ. അപ്പോൾ ഒരു രസം തോന്നി എടുത്തതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. സോ ഇത് നമുക്ക് പുട്ടിൻ്റെ പൊടിയായിട്ടായിരിക്കും കിട്ടുന്നത്, ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടി. ഇത് കുറച്ച് നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് തട്ടുക. ഉണ്ടോ, ഇങ്ങനത്തെ ഒരു അരിമണി പോലത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്.
അരിമണിയല്ല, കുറച്ച് കട്ടിയുള്ള, എന്ന് വെച്ചാൽ നോർമൽ നമ്മൾ ഈ പുട്ട് വരവാൻ ഉപയോഗിക്കുന്ന മാവല്ല. ഇത് 2 കുറ്റി പുട്ടിനുള്ളത് കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ഇത്രയും മതി, നൈറ്റല്ലേ, ഓവറായാൽ ശരിയാകത്തില്ല, ഇത്രയും മതിയാവും. ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. കുറച്ച് ഇപ്പം ചൂടാക്കി വെച്ച വെള്ളം അതിലേക്കൊന്ന് ഒഴിക്കുക, ഓവറാവരുത്. എന്നിട്ടൊന്ന് സ്പൂണും എല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മൊത്തം ആ പൊടി മാറിയിട്ട് നമ്മുടെ ഇതൊന്നും ആവാനായിട്ടാണ്. വെള്ളം ഓക്കെ ആയില്ല, കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. ഇവർ പറയുന്ന ജസ്റ്റ് വെള്ളം ഒഴിച്ച് വച്ചാൽ മതിയെന്നാണ്. ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നു. കാരണം അതാകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെക്കുക. ഇതിന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ഇതിനെ അടച്ച് വെച്ചാൽ മാത്രം മതി. നമുക്ക് ഒരടപ്പെടുത്തിട്ട് നേരെ അങ്ങ് അടച്ച് വയ്ക്കുക. നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പുട്ട് ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ പരിപാടിയാണിത്. ഞാനിത് കയ്യിലെടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുമ്പോൾ മിക്സിയിലൊക്കെ വെച്ച് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. കുറച്ച് തേങ്ങയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ടിരുന്നേ ഇത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഈസ്റ്റേണിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റ് പുട്ട് പൊടി ഇതിലേക്ക് ഇടുക, ചൂടുവെള്ളം ഒഴിക്കുക, കാര്യം കഴിഞ്ഞു. സിമ്പിൾ. സോ ഇനി ഇത് ഞാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. കാരണം രാത്രി 2 മണി ആയിട്ടുണ്ട്. സോ ബൈ ബൈ.